നമസ്കാരം. ഞാനിപ്പം മാൾട്ടയിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ കമ്പനിയിൽ കണ്ട പോലെ തന്നെ ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ എൻ്റെ സിംഗിൾ പെർമിറ്റ് റിഫ്യൂസലായി. അപ്പോൾ ഞാൻ അപ്പീലിന് പോയി, പിന്നെ അത് വിഡ്രോ ചെയ്ത് പിന്നെ വേറൊരു എംപ്ലോയറെ ഞാൻ കണ്ടുപിടിച്ചു, പുതിയൊരു സിംഗിൾ പെർമിറ്റ് വെച്ചു, അത് അപ്രൂവലായി. ഞാനിപ്പോൾ മാൾട്ടയിൽ എത്തി. അപ്പം അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, എന്ത് കാരണത്തോണ്ടാണ് നമ്മൾ റിഫ്യൂസലായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം അപ്പീലിന് പോകാം. അല്ലെങ്കിൽ വെറുതെ നമ്മുടെ ടൈം വേസ്റ്റ് ആകത്തുള്ളൂ. അപ്പീൽ പോകാൻ വലിയ എമൗണ്ട് ഒന്നും ഇല്ലെന്നാണ് എൻ്റെ അറിവ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം 100% ശരിയാവണമെന്നില്ല. എൻ്റെ ഒരു അനുഭവമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ആർക്കെങ്കിലും പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു, എംപ്ലോയറോട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ എംപ്ലോയറും ഞാനും തീരുമാനിച്ചു എമിഗ്രേഷൻ അപ്പീലിന് പോകാം. അപ്പം അപ്പീലിന് പോയി. അപ്പീലിനുള്ള ഫോം എനിക്ക് എംപ്ലോയർ അയച്ചു തന്നു. ഞാനെല്ലാം ഫില്ല് ചെയ്ത് സൈൻ ചെയ്തു, എല്ലാം കൊടുത്തു. അപ്പോൾ എനിക്ക് പിറ്റേന്ന് എൻ്റെ അപ്പീൽ പോയതിൻ്റെ ഒരു ഫോം എനിക്ക് തിരിച്ചയച്ചു തന്നു. അപ്പീൽ കൊടുത്തിട്ടുണ്ട്, വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ വിചാരിച്ചു 2 മാസം വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 1.5 മന്തിനുള്ളിൽ ഇത് അപ്രൂവലായി കിട്ടും. അത് കഴിഞ്ഞിട്ട് എനിക്ക് പ്രോസസ്സിങ് തുടങ്ങാം എന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിച്ചിരുന്നപ്പം വെറുതെ ഞാനിങ്ങനെ ഗൂഗിളിൽ എമിഗ്രേഷൻ അപ്പീൽ ബോർഡ് മാൾട്ട എന്ന് അടിച്ച് നോക്കിയിട്ട് എൻ്റെ റിവ്യൂസ് വായിച്ച് നോക്കിയപ്പം കാണാൻ സാധിച്ചത് വളരെ നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ ആരും ഫേസ് ചെയ്തുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ നോക്കിയാൽ മതി. കുറേ ആൾക്കാർ 9 മാസമായിട്ട് വെയിറ്റ് ചെയ്യുന്നു, 10 മാസമായിട്ട് വെയിറ്റ് ചെയ്യുന്നു, 1 വർഷം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മെയിൽ അയച്ചിട്ട് റിപ്ലൈ ഇല്ല, റെസ്പോണ്ട് ഇല്ല, ഒന്നുമില്ല. അപ്പം ഇത് പോയിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനിങ്ങനെ എംപ്ലോയറോട് പറഞ്ഞു, ഇത് പോയിട്ട് കാര്യമില്ല. അപ്പോൾ എംപ്ലോയർ പറഞ്ഞു നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ആ സിറ്റുവേഷനിലാണ് എനിക്ക് വേറൊരു കമ്പനി, അതായത് മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് ഞാൻ കുറേ ഇൻ്റർവ്യൂ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പം അവർ ഇതുപോലെ എനിക്ക് ഫോമൊക്കെ അയച്ചു തന്നു, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, ഉണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഇൻ്റർവ്യൂ എല്ലാം. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോഴും എൻ്റെ നിലവിൽ അപ്പീൽ കിടക്കുവാണ്. അപ്പം ഞാൻ വെയിറ്റ് ചെയ്ത് അപ്പം എനിക്ക് പുതിയ എംപ്ലോയർ പറഞ്ഞു നിങ്ങൾക്ക് സിംഗിൾ പെർമിറ്റ് വയ്ക്കാൻ പോകുന്നുണ്ട്, അങ്ങനെയുള്ള പ്രോസസ്സിങ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, നിലവിലൊരു അപ്പീൽ കിടക്കുന്നതുകൊണ്ട് പുതിയ സിംഗിൾ പെർമിറ്റ് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ വരുമോ എന്നൊരു ഡൗട്ട്. അപ്പം ഞാൻ അപ്പീൽ വിഡ്രോ ചെയ്യണം. ഞാൻ എൻ്റെ ആദ്യത്തെ എംപ്ലോയറോട് പറഞ്ഞു എനിക്ക് വിഡ്രോ ചെയ്ത് തരണം, എനിക്ക് പുതിയൊരു ജോലി വന്നിട്ടുണ്ട്. അപ്പം ആ എംപ്ലോയർ വിഡ്രോ ചെയ്ത് തരാൻ എന്താ പറയുക, എനിക്ക് എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ വിചാരിച്ചു എംപ്ലോയർ തന്നെ വേണം ഇത് വിഡ്രോ ചെയ്യേണ്ടത്, അല്ല നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ധാരണയായിരുന്നു. അതുകൊണ്ട് ഞാൻ എംപ്ലോയർ ചോദിച്ചത്. അപ്പോൾ എംപ്ലോയർ പറഞ്ഞു അത് ഇപ്പം ഓരോരോ എന്താ പറയുക, നമുക്ക് ഒന്നും അറിയാത്ത പോലെ ഇപ്പം ഐഡൻറ്റിറ്റി മാൾട്ടയുടെ വെബ്സൈറ്റ് സ്ലോ ആണ്, മെയിൻ്റെനൻസ് ആണ്, നിങ്ങൾക്ക് ഇപ്പം ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. കുറേ 1 വീക്ക് തന്നെ ഡിലേ ആക്കി. അപ്പോൾ കാരണം ഒരു ഭാഗത്ത് എൻ്റെ പുതിയ എംപ്ലോയർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, ഒരു ഭാഗത്ത് ഞാൻ എമിഗ്രേഷൻ അപ്പീൽ ബോർഡിൻ്റെ അപ്പീൽ വിഡ്രോ ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യത്തെ എംപ്ലോയറുടെ പുറകെ നടക്കുന്നു. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം. അപ്പോൾ ഞാൻ കുറേ യൂട്യൂബിലും ഞാൻ ഓൾമോസ്റ്റ് ആരോടൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും ചോദിച്ചു. അപ്പോൾ ആർക്കും ഇതിനെപ്പറ്റി ഒരു കറക്റ്റ് ക്ലാരിഫിക്കേഷൻ ഇല്ല, എങ്ങനെ ഇത് വിഡ്രോ ചെയ്തെടുക്കുന്നു. അതായത് സിംഗിൾ പെർമിറ്റ് റിഫ്യൂസലായത് അപ്പീൽ പോയിട്ട് വിഡ്രോ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ എംപ്ലോയർ വഴി നടക്കത്തില്ലെന്ന് എനിക്ക് ഏകദേശം തീരുമാനമായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ എമിഗ്രേഷൻ അപ്പീൽ ബോർഡിൽ കോൺടാക്ട് ചെയ്തു. അവർക്ക് മെയിൽ ഐ ഡി നെറ്റ് വഴി എടുത്ത് ഞാൻ അവർക്ക് മെയിൽ അയച്ചു, എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, എനിക്കൊരു പുതിയ എംപ്ലോയർ വന്ന് എനിക്കിത് വിഡ്രോ ചെയ്ത് തരണം, അത് എനിക്ക് അല്ലെങ്കിൽ പുതിയ സിംഗിൾ പെർമിറ്റ് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഈ നിലവിൽ അപ്പീൽ കിടക്കുമ്പോൾ പുതിയ സിംഗിൾ പെർമിറ്റ് വെക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള അന്വേഷണമായി. അപ്പോൾ ഞാൻ ചെയ്ത ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിറ്റി മാൾട്ടയ്ക്ക് മെയിൽ അയച്ചു. അതിൻ്റെ മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് എനിക്ക് തോന്നുന്നു singlepermit@gov.mt എന്നൊരു മെയിൽ ഐ ഡിയാണ്. അപ്പോൾ ഞാൻ അതോട്ട് മെയിൽ അയച്ചു, പറഞ്ഞതുപോലെ എനിക്ക് നിലവിലൊരു അപ്പീലുണ്ട്, എനിക്ക് വേറൊരു സിംഗിൾ പെർമിറ്റ് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് റിപ്ലൈ വന്നു, നിങ്ങൾക്ക് നിലവിലൊരു അപ്പീൽ കിടക്കുന്നുണ്ട്, പുതിയ സിംഗിൾ പെർമിറ്റ് വെക്കാൻ പറ്റത്തില്ലെന്ന് വന്നു. അത് എത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഐഡൻറ്റിറ്റി ഭാഗത്തു നിന്ന് വന്ന മെയിലാണ്. അപ്പോൾ ഞാൻ വിശ്വസിച്ചേ പറ്റൂ. അങ്ങനെ ഇരിക്കെ സിംഗിൾ പെർമിറ്റ് അപ്പീൽ എനിക്ക് വിഡ്രോ ചെയ്യണം. അപ്പം വേറെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്രോ ചെയ്ത് മാത്രമേ നമുക്ക് പുതിയത് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ എമിഗ്രേഷൻ അപ്പീൽ ബോർഡിലേക്ക് മെയിൽ അയച്ചു. മെയിൽ ഐ ഡി ഞാനകത്ത് കൊടുക്കാം. മെയിൽ അയച്ചത് പറഞ്ഞ എൻ്റെ സിറ്റുവേഷൻ ഇതാണ്. അപ്പോൾ അവർ എനിക്കൊരു ഫോം അയച്ചു തന്നു. ഫോം ഫില്ല് ചെയ്ത് എന്താണ് റീസൺ എന്നൊക്കെ പറഞ്ഞ്, അതായത് നമ്മൾ അപ്പീൽ കൊടുക്കും. അതായത് എംപ്ലോയറല്ല യഥാർത്ഥത്തിൽ ഇത് എംപ്ലോയർ അതിൻ്റെ പേയ്മെൻറ്റ് അടച്ചെന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നമ്മളാണ് ലെറ്ററിനകത്ത് സൈൻ ചെയ്ത് അപ്പീൽ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ വിഡ്രോ ചെയ്യാനുള്ള പെർമിഷനുണ്ട്. അപ്പം എനിക്ക് വന്ന മെയിൽ വെച്ചാൽ നിങ്ങളാണ് അപ്പീൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ഫോം അയച്ചു, ഞാൻ ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത് അയച്ചു. എനിക്കൊന്ന് 2 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ എനിക്ക് എൻ്റെ വിഡ്രോവൽ ഫോം കിട്ടി. ഞാൻ അത് നേരെ പുതിയ എംപ്ലോയർക്ക് അയച്ചു കൊടുത്തു. പുതിയ സിംഗിൾ പെർമിറ്റ് വെച്ചു, അപ്രൂവൽ വന്നു, VFS പോയി, വിസ അടിച്ചു, ഇപ്പോൾ മാൾട്ടയിലെത്തി.
അപ്പോൾ ഞാൻ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പീൽ കൊടുക്കുകയോ വേണ്ടയോ അത് സിറ്റുവേഷനാണ്. നമ്മുടെ റിഫ്യൂസലായ ലെറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പം ചെറിയൊരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ ചെറിയൊരു കാരണം കൊണ്ടാണ് റിഫ്യൂസലായെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ കൊടുത്താൽ ചിലപ്പം ചാൻസ് ഉണ്ട്, 50-50 ചാൻസാണ്. അല്ലെങ്കിൽ നിങ്ങൾ അപ്പീൽ പോകാതിരിക്കുന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നല്ലത്. കാരണം അല്ലെങ്കിൽ പുതിയത് വെക്കുക, അതായത് പുതിയത് വെച്ചാൽ കിട്ടും. ഞാൻ ആദ്യം ഡൗട്ടായിരുന്നു റിഫ്യൂസലായി കഴിഞ്ഞാൽ പിന്നെ പുതിയത് വെച്ചാൽ കിട്ടുമെന്ന്. അങ്ങനെയൊന്നുമില്ല. പുതിയത് ഒരു എനിക്ക് 1 മന്തിന് ഗ്യാപ്പിനുള്ളിൽ ഞാൻ അടുത്ത് വെച്ചു. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷൻ മാറ്റി വയ്ക്കുക. അതായത് ഇപ്പം ഡെലിവറി ഡ്രൈവർ വെച്ച് ഞാൻ റിഫ്യൂസലായി, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കമ്പനി തന്നെ ഇപ്പം മാൾട്ടയിൽ റിജക്ഷൻ വരാത്ത പൊസിഷൻ ഏതാണെന്ന് നോക്കുക. അല്ലെങ്കിൽ അസിസ്റ്റൻ്റായിട്ടോ അല്ലെങ്കിൽ വേറെ അസിസ്റ്റൻ്റായിട്ടോ അല്ലെങ്കിൽ ആ കമ്പനിക്ക് വേറെ ഏതെങ്കിലും പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മാറ്റി വയ്ക്കുക. അതനുസരിച്ച് ഒരു CV തയ്യാറാക്കുക. കൂടുതൽ CVക്കകത്ത് മാറ്റം വരുത്താതെ മിനിമലായിട്ടുള്ള മാറ്റം വരുത്തി നിങ്ങൾ പുതിയത് വയ്ക്കുക. നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടും. അതുപോലെ തന്നെ ഞാൻ ഈ പ്രോസസ്സിങ് എല്ലാം ചെയ്തത് UAE നിന്നാണ്. അപ്പം UAE ഞാൻ ഒറ്റയ്ക്കാണ് ഈ പ്രോസസ്സിങ് എല്ലാം ചെയ്തത്. അപ്പം അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ നിങ്ങളുടെ കമൻറ്റ്സ് നോക്കിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്, അതായത് ആവശ്യമുണ്ടെങ്കിൽ. കാരണം UAE നിന്ന് ചെയ്ത ആൾക്കാരുണ്ട്, എന്നാലും പുതിയ ചെക്ക് ലിസ്റ്റ് പ്രകാരം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡെമി ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനത്തെ ഉള്ളൊരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻസിൽ മെൻഷൻ ചെയ്താൽ മതി. ഞാൻ അതനുസരിച്ച് വീഡിയോ ചെയ്തോളാം. ഓക്കെ, താങ്ക് യു.